കഴിഞ്ഞ ദിവസമായിരുന്നു കീർത്തി സുരേഷിന്റെ ക്രിസ്ത്യൻ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ചടങ്ങിൽ വൈറ്റ് ഗൗണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത്. പൊതുവെ പെൺമക്കളുടെ വിവാഹം നടക്കുമ്പോൾ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുക. എന്നാൽ കീർത്തിയുടെ വിവാഹത്തിനുള്ള ഓരോ കാര്യങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും ഓടേണ്ടി വന്നില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും കീർത്തിയും ആന്റണിയും ചേർന്നാണ് ഒരുക്കിയത്. മറ്റു ടെൻഷനുകൾ ഒന്നുമില്ലാതെ ചടങ്ങുകൾ എല്ലാം തന്നെ നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു എന്നാണ് കീർത്തിയുടെ അച്ഛൻ സുരേഷ് കുമാർ വിവാഹത്തിന്റെ ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞത്. വിവാഹ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് കീർത്തിയെയും കൂട്ടി തങ്ങളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനിലേക്ക് പറന്ന് ആന്റണി. ദുബായിലാണ് ഇപ്പോൾ ഇരുവരും ഉള്ളത്. ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനാണ് ആന്റണി. വർഷങ്ങളായി ദുബായിൽ ബിസിനസ് ചെയ്യുകയാണ് ആന്റണി. അവിടേക്ക് തന്നെയാണ് കീർത്തിയും കൂട്ടി ആദ്യം ആന്റണി പോയതും. മാത്രമല്ല കീർത്തിയുടെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. കീർത്തിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത്. ദുബായിൽ തന്നെ ആയിരിക്കും ഹണിമൂൺ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷങ്ങളായുള്ള പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും ആന്റണിയും വിവാഹിതരായത്. സ്കൂൾ മുതലേ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഡിസംബർ 12 പരമ്പരാഗത ദക്ഷിണേന്ത്യൻ രീതിയിൽ ഗോവയിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു. പിന്നാലെ ഡിസംബർ 15 ദമ്പതികൾ ക്രിസ്ത്യൻ രീതിയിലും വിവാഹം കഴിച്ചു. ഇതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഉണ്ടായി. ഫോർ ദ ലവ് ഓഫ് നൈക്കെ എന്ന പ്രത്യേക ഹാഷ്ടാഗോടെയാണ് കീർത്തി വിവാഹ ഫോട്ടോ പങ്കുവച്ചത്. ആന്റണിയുടെ അവസാനത്തെ 2 അക്ഷരങ്ങളും കീർത്തിയുടെ ആദ്യ 2 അക്ഷരങ്ങളും കൂട്ടിച്ചേർത്താണ് ഈ മനോഹരമായ ഹാഷ്ടാഗ് സൃഷ്ടിച്ചിരിക്കുന്നത്. കീർത്തി സുരേഷിന്റെ പ്രിയപ്പെട്ട നായയുടെ പേരും നൈക്ക് എന്നാണ്. ഈ നായും ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ കീർത്തി പങ്കുവച്ചിട്ടുണ്ട്.